അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തോട് കൂടുതൽ അടുത്തിരിക്കുകയാണ് വ്ളാഡിമിർ പുടിൻ്റെ റഷ്യ. അതായത് അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തെ ഇതാദ്യമായിട്ട് ലോകത്ത് അംഗീകരിക്കുന്ന രാജ്യമായിട്ട് റഷ്യ മാറിയിരിക്കുന്നു. അപ്പോൾ നേരത്തെ ഈ താലിബാൻ അവിടെ നടത്തിയിരുന്ന സ്ത്രീകൾക്കെതിരായ നിലപാട്, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചുകൊണ്ടുള്ള നിലപാട്, ഇതിനോടൊന്നും റഷ്യക്ക് താല്പര്യമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ പറയുകയാണ് താലിബാൻ എന്ന് പറയുന്ന ഭരണകൂടത്തെ, അഫ്ഗാൻ ഭരണകൂടത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്നാണ് ഇത് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇവരുമായിട്ട് സാമ്പത്തികപരമായിട്ട് നയതന്ത്രപരമായിട്ട് കൂടുതൽ കടുത്ത ബന്ധങ്ങൾ, ശക്തമായ ബന്ധങ്ങളൊക്കെ ഞങ്ങൾ സ്ഥാപിക്കാൻ തീരുമാനിക്കുന്നു. ഇക്കാര്യം അഫ്ഗാനിലെ വിദേശകാര്യമന്ത്രിയായ അമീർ ഖാൻ തന്നെയാണ് വ്യക്തമാക്കിയത്. അതായത് റഷ്യൻ ഭരണകൂടം ഇത്തരമൊരു തീരുമാനം എടുത്തതായിട്ട് ദിമിത്രി ഷെർനോവ് എന്ന് പറയുന്ന അവിടുത്തെ അംബാസിഡർ തന്നെയാണ് നേരിട്ട് ഈ അഫ്ഗാനിസ്ഥാനിലെ വിദേശകാര്യമന്ത്രിയായ അമീർ ഖാനെ അറിയിച്ചിട്ടുള്ളത്. ഇതോടുകൂടി ഊർജം, ഗതാഗതം, കൃഷി, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിൽ റഷ്യയുടെ സാമ്പത്തികമായിട്ടുള്ള മറ്റ് സഹകരണങ്ങളെല്ലാം തന്നെ അഫ്ഗാന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അപ്പം ഇത്രയും കാലം അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തെ ലോകരാജ്യങ്ങൾ അംഗീകരിച്ചിരുന്നില്ല. UN പോലും വലിയ അംഗീകാരം നൽകിയിരുന്നില്ല. എന്നാൽ ലോകത്തിലെ വൻ ശക്തിയായ റഷ്യ അഫ്ഗാനെ ഏതാണ്ട് അംഗീകരിച്ചു, താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ ജിയോ പൊളിറ്റിക്സിൽ വലിയ കുറേ മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നുകൂടി ഇതിനെ കൂട്ടിച്ചേർത്ത് വായിക്കണം. കാരണം ഇന്ത്യയും അഫ്ഗാൻ്റെ അല്ലെങ്കിൽ താലിബാൻ്റെ നിലപാടുകളോട് ഏതാണ്ട് എതിർപ്പ് പ്രകടിപ്പിച്ച രാജ്യമാണ്. നമുക്ക് അവിടുത്തെ താലിബാൻ ഭരണകൂടത്തിൻ്റെ ക്രൂരമായ നിലപാടുകളുണ്ട്. ഇപ്പം എന്താ പറയുന്നത്, ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കുന്നു, അതുപോലെ തന്നെ അവിടുത്തെ അമ്പലങ്ങളും മറ്റും തകർക്കുന്നു, സിഖ് ഗുരുദ്വാരകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു, മാത്രമല്ല സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെ ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ. ഇതോടുകൂടിയാണ് ഇന്ത്യ അഫ്ഗാൻ അല്ലെ താലിബാൻ ഭരണകൂടത്തെ എതിർത്തത്. പക്ഷേ പിന്നീട് ഇന്ത്യയുടെ നിലപാട് മാറുകയും ഇന്ത്യയോട് അഫ്ഗാനിസ്ഥാൻ പല കാര്യങ്ങളും ആവശ്യപ്പെടുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാനിലെ ആളുകൾക്ക് ഇന്ത്യയിലേക്ക് വരാനുള്ള വിസ അത് പുനഃസ്ഥാപിച്ച് കിട്ടണം, മെഡിക്കൽ ആരോഗ്യ മേഖലയിൽ കൂടുതൽ ചികിത്സാ സഹായത്തിനൊക്കെ ഇന്ത്യയിലേക്ക് വരാനുള്ള അവസരം ഒരുക്കണം, ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സഹകരിക്കണം. ഇതൊക്കെ അഫ്ഗാൻ അല്ലെങ്കിൽ താലിബാൻ ഭരണകൂടം തന്നെ ആവശ്യപ്പെട്ടു. അങ്ങനെ അനൗദ്യോഗിക തലത്തിൽ നമ്മൾ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ ക്രമേണ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ചില ഭീകരാക്രമണം, അതുപോലെ തന്നെ കാശ്മീരിലേക്കുള്ള ആക്രമണമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ശക്തമാക്കിയതോടുകൂടി അഫ്ഗാനുമായിട്ടുള്ള ബന്ധം നമ്മൾ നേരിട്ടാക്കി. കാരണം ഈ താലിബാൻ ഭരണകൂടത്തിൻ്റെ പിന്തുണയിൽ പ്രവർത്തിക്കുന്നു എന്ന് കരുതുന്ന തെഹരിക്കെ ഈ താലിബാൻ ഇൻ പാകിസ്ഥാനിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഖൈബർ പഷ്തൂൺഖ മേഖലയിൽ പകുതി പ്രദേശത്ത് പഷ്തൂൺകാർ, അതായത് ഈ പറയുന്ന അഫ്ഗാൻ വംശജരുണ്ട്, ഇപ്പുറത്ത് പാകിസ്ഥാനിലുമുണ്ട്. അപ്പോൾ ഇവരെ വേർതിരിക്കുന്ന ഡ്യൂറൻറ്റ് ലൈൻ എന്ന് പറയുന്ന സാങ്കല്പിക രേഖ, ഈ രേഖയെ ഈ അഫ്ഗാനിസ്ഥാൻ ഒരു കാലത്തും അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ പാകിസ്ഥാൻ പണ്ട് കാലത്ത് തീവ്രവാദ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ഒരു അഫ്ഗാനുമായിട്ട് നല്ല ബന്ധം പുലർത്തി. ഇപ്പോൾ അതൊക്കെ മാറി. അഫ്ഗാൻ ഇന്ത്യയുടെ അടുത്ത് പല കാര്യങ്ങൾക്കും സഹായം അഭ്യർത്ഥിച്ചു. അങ്ങനെ നമ്മൾ ഗോതമ്പ്, അതുപോലെ ഭക്ഷ്യവിഭവങ്ങൾ, അരി, അതുപോലെ വസ്ത്രങ്ങൾ, ഇതെല്ലാം തന്നെ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയും അഫ്ഗാനും തമ്മിലും അല്ലെങ്കിൽ ഇന്ത്യയും താലിബാൻ ഭരണകൂടവും തമ്മിലും നല്ല ബന്ധമാണ്. ഇപ്പോൾ റഷ്യ കൂടി ഔദ്യോഗികമായി അംഗീകരിച്ചതോടെ റഷ്യയും ഇന്ത്യയും അംഗീകരിക്കുന്ന ഒരു രാജ്യം എന്ന നിലയിലേക്ക് താലിബാൻ ഭരണകൂടത്തിന് മാറാൻ സാധിക്കും. നമുക്കറിയാം ഏതാണ്ട് 2021 അമേരിക്ക അഫ്ഗാനിൽ നടത്തിയ ഈ അധിനിവേശത്തിൽ നിന്ന് പിന്മാറിയതും. അമേരിക്കയും നാറ്റോ രാജ്യങ്ങളുമെല്ലാം പിന്മാറിയതോടുകൂടി താലിബാൻ അഫ്ഗാൻ്റെ ഭരണം ഏറ്റെടുക്കുകയായിരുന്നു. ഇതിനുശേഷം അഫ്ഗാനിലെമ്പാടും ഈ താലിബാൻ ഭരണകൂടം വലിയ അതിക്രമങ്ങൾ, വലിയ ആക്രമണങ്ങളൊക്കെ അഴിച്ചുവിട്ടു. അങ്ങനെ പല രാജ്യങ്ങളും അവരുടെ എംബസികളുടെ പ്രവർത്തനം പോലും അഫ്ഗാനിസ്ഥാനിൽ അവസാനിപ്പിച്ചു. എന്നാൽ റഷ്യ അവരുടെ എംബസിയുടെ പ്രവർത്തനം അവിടെ തുടർന്നിരുന്നു. അതായത് മറ്റ് രാജ്യങ്ങളെല്ലാം ഭയപ്പെട്ടു പോയപ്പോഴും റഷ്യ ക്രിയാത്മകമായ ഇടപെടൽ നടത്തി താലിബാൻ ഭരണകൂടവുമായി അഫ്ഗാനുമായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്നു. നമുക്കറിയാം 1979 മുതൽ 1989 വരെ USSR എന്നറിയപ്പെടുന്ന സോവിയറ്റ് യൂണിയൻ്റെ അധിനിവേശം ഉണ്ടായിരുന്നു അവിടെ. അതിനുശേഷമാണ് അമേരിക്കയും നാറ്റോ സഖ്യവുമൊക്കെ അവിടെ അധിനിവേശം നടത്തിയത്. അതെല്ലാം കഴിഞ്ഞ് ഏതാണ്ട് 20 വർഷത്തെ ഒരു പാരതന്ത്ര്യത്തിൽ നിന്ന് അവർ മോചിതമായതോടുകൂടി അതിനെ അവർ റിപ്പബ്ലിക് ഓഫ്
അഫ്ഗാൻ അല്ലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന പേരൊക്കെ നൽകി. പക്ഷേ ഇതിനെ ലോകരാജ്യങ്ങൾ പൂർണ്ണമായിട്ടും അംഗീകരിച്ചില്ല. എങ്കിലും അവരുമായിട്ട് സൈനികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും കച്ചവടത്തിൻ്റെ കാര്യങ്ങളിലുമൊക്കെ സഹകരിക്കുന്ന നിരവധി രാജ്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ. ഇപ്പോൾ ഇതാ റഷ്യയും വരുന്നു, എന്നിട്ട് പറയുന്നു നിങ്ങളുമായിട്ട് എണ്ണ, അതുപോലെ തന്നെ വാതകം, ഗോതമ്പ് തുടങ്ങിയവയൊക്കെ ഇറക്കുമതി ചെയ്യുന്നതിന് ഞങ്ങൾ സഹകരിക്കാം, നിങ്ങൾക്ക് അതിന് വേണ്ട എല്ലാ പിന്തുണയും ഞങ്ങൾ നൽകാം. മാത്രമല്ല മറ്റ് രാജ്യങ്ങൾ താലിബാനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഞങ്ങൾ ഗൗനിക്കുന്നതേയില്ല. അമീർ ഖാൻ എന്ന് പറയുന്ന അവിടുത്തെ വിദേശകാര്യമന്ത്രിയെ റഷ്യയുടെ അംബാസഡറായ ദിമിത്രി ഷിർനോവ് നേരിട്ട് ചെന്ന് ഇക്കാര്യങ്ങൾ അറിയിച്ചു. അതായത് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിട്ടാണ് താൻ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നതെന്നാണ് റഷ്യൻ അംബാസഡർ കൂടിയായ ദിമിത്രി ഷിർനോവ് പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, ചൈന, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ വലിയ ആശങ്കയിലാകുന്നുണ്ട്. ഇപ്പോൾ റഷ്യ ഔദ്യോഗികമായിട്ട് തന്നെ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചതോടെ ചൈനയും പിന്തുണയുമായിട്ട് വന്നു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അഫ്ഗാനുമായിട്ട് നല്ല ബന്ധമാണ്, അതായത് പരമ്പരാഗതമായ സൗഹൃദ അയൽരാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് എല്ലാവരും ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോഴും ചൈന അഫ്ഗാനിസ്ഥാനെ പിന്തുണച്ചു എന്ന് പറയുന്നുണ്ട്. ആഭ്യന്തരമായ ബാധ്യതയോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ ഒന്നും വെച്ചിട്ട് ഞങ്ങൾ ഇതുവരെ അഫ്ഗാൻ്റെ അടുത്ത് പെരുമാറിയില്ല. ഇതൊക്കെ പറയുന്നത് റഷ്യ ഇവരെ പിന്തുണയ്ക്കുന്നു അല്ലെ സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. മാത്രമല്ല ഇന്ത്യക്കും അഫ്ഗാനുമിടയിൽ നല്ല ബന്ധം ഇവിടെ നിലനിൽക്കുന്നു. പാകിസ്ഥാൻ പലപ്പോഴും ആരോപിക്കുന്നത് അവിടെ തെഹ്രിക്കെ താലിബാൻ ഇൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകര സംഘടന താലിബാൻ്റെ പിന്തുണയിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെയാണ്. അതുപോലെ ബലൂജ് ലിബറേഷൻ ആർമി എന്ന് പറയുന്ന സംഘടന പ്രവർത്തിക്കുന്നത് ഇന്ത്യയുടെ സഹായത്തോടെയാണ്. ഇതൊന്നും നമ്മൾ അംഗീകരിച്ചിട്ടില്ല, നമ്മൾ എവിടെയും പറഞ്ഞിട്ടുമില്ല. ഇതെല്ലാം പാകിസ്ഥാൻ്റെ ആരോപണമാണ്. ഇപ്പോൾ പാകിസ്ഥാൻ ഭയപ്പെടുന്നത് റഷ്യയും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതായത് ഇടയ്ക്കിടയ്ക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ആക്രമണം ഉണ്ടാകുന്നു. ഈ വസീറിസ്ഥാനിൽ ഈ അടുത്ത സമയത്ത് പാകിസ്ഥാൻ പട്ടാളം സഞ്ചരിച്ചിരുന്ന വാഹന വ്യൂഹത്തിലേക്ക് ഒരു ചാവേർ പൊട്ടിത്തെറിച്ച് ഏതാണ്ട് 14ഓളം ആർമി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ അഫ്ഗാൻ എന്ന് പറയുന്ന രാജ്യം താലിബാൻ ഭരണകൂടം പാകിസ്ഥാനും ഭീഷണിയാണ്. മാത്രമല്ല ഈ പറയുന്ന പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ മേഖലയിലുള്ള ആ ധാതു സമ്പത്ത് ഇതൊക്കെ തട്ടിയെടുക്കാനായിട്ട് ചൈന ചില ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. അങ്ങനെയാണ് ഗ്വാദർ തുറമുഖം, അതുപോലെ തന്നെ ഗ്വാദർ തുറമുഖത്തിന് സമീപം ഒരു എയർപോർട്ടൊക്കെ നിർമ്മിച്ചത്. പക്ഷേ അവിടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന സന്നദ്ധ സംഘടന അല്ലെ സായുധ സംഘടന ഇവരെ എതിർക്കുന്നുണ്ട്. അപ്പം അവർക്ക് ഈ പിന്തുണയൊക്കെ നൽകുന്നത് ഒരുപക്ഷെ താലിബാൻ്റെ ഭാഗത്തു നിന്നാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് താലിബാനെ നേരിട്ട് കയറി ആക്രമിക്കാനും ചൈനയ്ക്ക് പറ്റുന്നില്ല. ഇനി അത്തരത്തിലൊരു ആക്രമണമോ ഒരു യുദ്ധസന്നാഹമോ ഉണ്ടായാൽ റഷ്യ അവരെ സഹായിക്കാൻ നിൽക്കും. അപ്പം റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിന് മുലച്ചിലുണ്ട്. അതായത് ലോകത്ത് റഷ്യ ഏറ്റവും അധികം ആശങ്കയോടെ നോക്കിക്കാണുന്ന രാജ്യം അമേരിക്കയല്ല, ചൈനയാണ്. ഒരവസരം കിട്ടിയാൽ സ്ഥിരത പുലർത്താത്ത ചൈന എപ്പോൾ വേണമെങ്കിലും റഷ്യയുടെ മേൽ കയറും. അതുകൊണ്ടാണ് റഷ്യ എല്ലായ്പ്പോഴും ഇന്ത്യയെ പിന്തുണയ്ക്കുന്നത്. ഇന്ത്യക്ക് സാമ്പത്തിക സൈനിക സഹകരണമൊക്കെ റഷ്യയുമായിട്ട് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നത്. അതായത് ചൈനയ്ക്ക് അപ്പുറത്തേക്ക് റഷ്യയ്ക്ക് കൂടുതൽ താല്പര്യം ഇന്ത്യയോടാണ്. അപ്പോൾ ഏഷ്യൻ മേഖലയിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം, ഇവിടെ അഫ്ഗാനുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ ഉണ്ടായാൽ ഇന്ത്യക്ക് വേണ്ടി ഒരുപക്ഷെ പാകിസ്ഥാന് നേരെ തിരിയാനും റഷ്യ തയ്യാറാകും. അഫ്ഗാനിസ്ഥാനിൽ അവർക്ക് വേണമെങ്കിൽ എയർബേസ് ഒക്കെ സൃഷ്ടിക്കപ്പെടാം. അതുപോലെ തന്നെ ഇന്ത്യയും അഫ്ഗാനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഫലമായിട്ട് പാകിസ്ഥാൻ ഇന്ത്യയെ വീണ്ടും ആക്രമിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ ചൊറിയാൻ വരികയോ ചെയ്താൽ ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ പല ഭാഗങ്ങളിലും ഈ പറയുന്ന താലിബാൻ അനുകൂല ഭീകര സംഘടനകൾ ആക്രമണം നടത്താം. 2024 പുടിൻ താലിബാനെ ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഒരു സഖ്യകക്ഷിയായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല ഈ പറയുന്ന ഈ ഭീകര രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് റഷ്യൻ സുപ്രീം കോടതി തന്നെ ഈ താലിബാൻ ഭരണകൂടത്തെ നേരത്തെ മാറ്റി നിർത്തിയതാണ്. അങ്ങനെ റഷ്യ എല്ലായ്പ്പോഴും താലിബാനെയൊക്കെ പിന്തുണച്ച് സഹായിച്ചൊക്കെ നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. 2023 പാകിസ്ഥാനിൽ നിന്ന് ഈ അഫ്ഗാൻകാരായ നിരവധി അഭയാർത്ഥികളെ അടിച്ചോടിച്ച ഒരു സംഭവം ഉണ്ടായി. കാരണം ഒന്നുകിൽ പാകിസ്ഥാനിൽ ജനിച്ചു വളർന്ന അഫ്ഗാൻ പൗരന്മാർ, അല്ലെങ്കിൽ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് വന്നവർ, അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളെ അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചുവിട്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ അഫ്ഗാൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഈ താലിബാൻ അനുകൂല ഭീകര സംഘടനകൾ പാകിസ്ഥാൻ മേഖലയിൽ പ്രശ്നമുണ്ടാക്കുന്നത്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യങ്ങളായി വേർപെട്ടതോടുകൂടിയാണ് അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയായി ഡ്യൂറൻ ലൈൻ മാറിയിരിക്കുന്നത്. ഈ ഡ്യൂറൻ ലൈനെ അതായത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഉണ്ടായിരുന്ന കാലത്ത്
പോലും അഫ്ഗാനിസ്ഥാൻ അംഗീകരിച്ചിരുന്നില്ല. പിന്നെ ഇപ്പോൾ അംഗീകരിക്കുമോ? അതുകൊണ്ട് ആ മേഖലയിലുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഖൈബർ പഷ്തൂൺഖ മേഖല പ്രത്യേകം ഒരു രാജ്യമായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ താലിബാനിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടെ റഷ്യ എന്ന് പറയുന്ന ലോകത്തെ മുൻനിര രാജ്യങ്ങളിലൊന്ന് ഇവിടെ താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചു എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്. അതിനൊപ്പം തന്നെ ഇന്ത്യയും താലിബാനും തമ്മിൽ നല്ല ബന്ധം പുലർത്തുന്നു നമ്മളും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. നമ്മുടെ മന്ത്രിമാർ അല്ലെങ്കിൽ സെക്രട്ടറി തലത്തിൽ ഔദ്യോഗിക കൂടിക്കാഴ്ചയ്ക്ക് താലിബാനിൽ പോയിട്ടുണ്ട്. താലിബാൻ്റെ മന്ത്രിമാർ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയും റഷ്യയും താലിബാനും തമ്മിൽ ഒരു പുതിയ കൂട്ടുകെട്ട് ഏതാണ്ട് ലോകത്തിന് മുന്നിൽ ഉണ്ടായി എന്ന് വിളിച്ചു പറയുക കൂടിയാണ് ഇവിടെ ചെയ്യുന്നത്. റഷ്യ താലിബാനെ അംഗീകരിച്ചാൽ താലിബാന് നേരെ ഉണ്ടായ മറ്റേത് രാജ്യങ്ങളുടെയും ആക്രമണം, പ്രതിരോധം അതിനെയൊക്കെ റഷ്യയും ഇനി പ്രതിരോധിക്കും. ഇന്ത്യയും അവരെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അവർ സാമ്പത്തികപരമായിട്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ആരോഗ്യ മേഖലയിലൊക്കെ പിന്നിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയൊക്കെ തന്നെ പുതിയ പ്രൊജക്റ്റുകൾ, പുതിയ റോഡുകൾ നിർമ്മിക്കുന്നതായിക്കോട്ടെ, പുതിയ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നതായിക്കോട്ടെ, പുതിയ നിക്ഷേപം നടത്തുന്ന കാര്യത്തിലായിക്കോട്ടെ, ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് അഫ്ഗാനിസ്ഥാനിൽ സഹകരിക്കും. ഇത് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ചൈനയെയും ഒപ്പം പാകിസ്ഥാനെയുമാണ്. പരോക്ഷമായി പറഞ്ഞാൽ അമേരിക്ക എന്ന് പറയുന്ന ലോക പോലീസിനെ പോലും ഭയപ്പെടുത്തുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ റഷ്യ നടത്തിയിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ താലിബാൻ ഇന്ത്യ റഷ്യ കൂട്ടുകെട്ട് ഉരുത്തിരിഞ്ഞു വരുന്നോ എന്നൊരു സംശയം പോലും ഇപ്പോൾ ലോകത്ത് ഉയർന്നു വരുന്നുണ്ട്. ആ സംശയങ്ങളൊക്കെ യാഥാർത്ഥ്യമാകുമോ എന്ന് വരും ദിവസങ്ങളിലൂടെ വ്യക്തമാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.